പറയാൻ സ്റ്റാർട്ട് ചെയ്തത് കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞല്ലോ ഉണ്ടായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷൻ. ഈ കൊല്ലത്തെ ഈ കൊല്ലത്തിന് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ ഇനിയും വരുമോ എന്നുള്ളത് നമുക്ക് തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടില്ല. അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റ് ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ ലാസ്റ്റ് ഡേ ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായങ്ങൾ നമ്മൾ പറയേണ്ടത് നമ്മുടേതാണല്ലോ. കാരണം രണ്ട് വശമുണ്ട്. എപ്പോഴും നന്നായിട്ട് തോന്നുമ്പോഴാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. അതുണ്ട്. അങ്ങനെ ഈ കൊല്ലം വന്ന് ഞങ്ങൾ 7 ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഞാനും വൈഫും ഉണ്ടായിരുന്നു. രണ്ടുപേരും ചെയ്തു. ഇന്ന് ടുഡേയ്സ് ലാസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇതിൻ്റെ ഹാപ്പിനെസ് മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും രണ്ടും ഉണ്ട്. വെറും ദാഹം മാത്രമല്ല. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. മെൻ്റലി ആൻഡ് ഫിസിക്കലി ഐ ആം എക്സ്ട്രീംലി ഹാപ്പി. ഈ വേർഡ്സ് ഞാൻ പറയുന്നത് ഒരു എക്സാജറേഷൻ അല്ല. കറക്റ്റായിട്ട് എൻ്റെ ഫീലിംഗ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല പറയാനൊന്നും. എൻ്റെ സ്വമേധയായുള്ള അഭിപ്രായം ഞാൻ പറയുകയാണ്. അത് ഉണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എനിക്ക് കാര്യമായിട്ട് നമ്മൾ വരുന്നത് ഒരു ട്രീറ്റ്മെൻ്റ് അല്ലേ. ആ ട്രീറ്റ്മെൻറ്റിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ, പിന്നെ ആ ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്ന ആ വ്യക്തികളുടെ 2 പേരുണ്ട് നമുക്ക്, ശ്രീജിത്ത് ആൻഡ് സജിത്ത്. ആ 2 പേര് കറക്റ്റ് പേര്, ആ 2 പേരും എനിക്ക് എടുത്തു പറയണം എന്ന് പറയാണ്. കാരണം എനിക്ക് പറയും, ഒരാളായിട്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, പറയണം. അത്രയ്ക്ക് നല്ല അങ്ങനെയാണ് ചെയ്തത്. അതിൻ്റെ അപ്പുറം ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാം എന്ന് എനിക്ക് അറിയുന്നില്ല. ദിസ് ഈസ് എക്സ്ട്രീം. ആ നിലയ്ക്കാണ് ഞാൻ എടുക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. ആൻഡ് 2 യങ് ബോയ്സ് മാതിരി ഞാൻ മക്കളുമാതിരി കണക്കാക്കുന്നുള്ളൂ. അങ്ങനത്തെ 2 കുട്ടികളാണ്. അവർ വളരെ നന്നായി ചെയ്തിരുന്നു. സോ ദാറ്റ് വി ഓൾസോ. ആൻഡ് പൊതുവേ നമ്മൾ വന്നാലും ആക്ച്വലി അവർ ട്രീറ്റ്മെൻറ്റ് ഈസ് ഓൺലി 1 hour, ബട്ട് വി ജനറലി സ്പെൻഡ് അബൌട്ട് ഏർലിയർ ഓൾസോ ഹാഫ് ആൻ അവർ. ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം അത് എല്ലാം കഴിഞ്ഞിട്ട് നിയർലി ടോട്ടൽ ഇപ്പോൾ 2 hours വി ടേക്ക്, ബിക്കോസ് നമ്മൾ തന്നെ അറിയുന്നില്ല അത് എങ്ങനെയാണ് പോകുന്ന, ടൈം പോകുന്നത്. അത്രയ്ക്ക് നല്ല ഡോക്ടേഴ്സ്, സ്റ്റാഫ്. ഐ മീൻ വാട്ട് ഐ വാണ്ട് മൈ ദിസ് തിങ് ഇസ് സ്പെഷ്യൽ. സ്റ്റാർട്ട് ഫ്രം റിസപ്ഷനിസ്റ്റ് ഓൺവേർഡ്സ് എല്ലാവരും. ദാറ്റ് ബിഗിനിങ് ഓഫ് എവറിത്തിങ് കംസ് ഫ്രം ദ റിസപ്ഷനിസ്റ്റ്. അവിടെ തൊട്ടിട്ട് ഡോക്ടേഴ്സ് എല്ലാവരും അതെ. സോ ദിസ് ഈസ് എഗെയിൻ ആൻഡ് എഗെയിൻ ഐ ആം ടെല്ലിങ് യു, ദിസ് നോട്ട് എൻഡ്. ഇനി അവർക്ക് മുന്നോട്ട് പോകാം. അതിൽ ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ, ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ അങ്ങനെ ചെയ്യുന്നില്ലേ. കാരണം ഐ ആം എ നമ്പർ 1 വെൽ വിഷർ ഓഫ് ദിസ് ഓർഗനൈസേഷൻ. എങ്ങനെ 1 by 1 ഡേ ബൈ ഡേ എല്ലാവർക്കും ഇതേമാതിരി ട്രീറ്റ്മെൻറ്റ് ഇതിനേക്കാൾ നന്നായിട്ട് അവർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരോടും. വൈഫിനും എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ തീർച്ചയായിട്ടും ഞാൻ പറയും. വെറും പറയലല്ല, നിങ്ങൾ പോയി ട്രൈ ചെയ്താലേ അറിയുള്ളൂ വാട്ട് ഈസ് ദാറ്റ്. സി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ ഹോസ്പിറ്റലിൽ അതാണ് പറയുള്ളൂ. ഇപ്പോൾ ദർ ഈസ് എൻ വേർഡ് ഇൻ ഇംഗ്ലീഷ്, ഹൂ ഈസ് ആൻഡ് വാട്ട് ഈസ്, രണ്ടും വ്യത്യാസം. ഹൂ ഈസ് എന്നുള്ളത് തത്വം, ആർക്കും അത് കഴിഞ്ഞു. അതല്ല, വാട്ട് ഈസ് തത്വം എന്നുള്ളതിന് നിങ്ങൾ പോയി നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ലെക്ചർ ചെയ്തതിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് ലെക്ചർ ചെയ്യാൻ സാധിക്കും ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് കാര്യമായിട്ട് ആൾക്കാരോട്. താങ്ക് യു വെരി മച്ച്.